നമസ്കാരം. 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്നതായ സമയം ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും ജവാന്മാർ പരസ്പരം യുദ്ധം ചെയ്യുകയാണ്. യുദ്ധത്തിനിടയിൽ പാകിസ്ഥാൻ സൈനികർ ഇന്ത്യയിലെ ഒരു ക്ഷേത്രത്തിന് നേരെ ബോംബാക്രമണം നടത്തുകയാണ്. ബോംബുകൾ ഓരോന്നായി ക്ഷേത്ര പരിസരത്ത് വന്ന് പതിക്കുകയുമാണ്. അത്ഭുതമെന്ന് പറയട്ടെ, അതിൽ ഒറ്റൊരു ബോംബ് പോലും ക്ഷേത്രത്തിന് കേടുപാടുകൾ വരുത്തിയിട്ടില്ല. അതോടെ ആ ക്ഷേത്രത്തിന്റെ പ്രശസ്തി ലോകമെമ്പാടും പടർന്നു. ബോംബിട്ടാൽ പോലും തകരാത്തതായ ക്ഷേത്രം എന്ന ഖ്യാതിയും ആ ക്ഷേത്രം നേടി. ആ ക്ഷേത്രത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഇനി പരാമർശിക്കാനായി പോകുന്നത്. തനോട്ട് മാതാ ക്ഷേത്രം ഇന്ത്യയിലെ ഏറ്റവും ആദരണീയമായ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായ തനോട്ട് മാതാ ക്ഷേത്രം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ താർ മരുഭൂമിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. AD 828 ബാട്ടി രജപുത്ര രാജാവായ തനുറാവുവാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. ജയ്സാൽമീറിലെ വളരെ പ്രശസ്തമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് ഇത്. കൂടാതെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരെയും ഇവിടേക്ക് ആകർഷിക്കുന്നതാണ്. ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ദേവതയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. ഹിംഗ്ലാജ ദേവിയുടെ അവതാരമായാണ് തനോട്ട് മാതയെ കണക്കാക്കുന്നത്. അതിർത്തി പ്രദേശത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എങ്കിൽ പോലും ഇരു രാജ്യങ്ങളും തമ്മിൽ നിരവധി യുദ്ധങ്ങൾ നടന്നിട്ടും ക്ഷേത്രത്തിന് യാതൊരുവിധ കേടുപാടുകളും സംഭവിച്ചിട്ടില്ല, നേരിടേണ്ടതായി വന്നിട്ടില്ല എന്നത് ഒരു വസ്തുത തന്നെയാണ്. ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യവും അത്രമേൽ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ആ ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തെ കുറിച്ച് പരാമർശിക്കാം. വളരെ കാലങ്ങൾക്ക് മുൻപ് മമത്ജി ചരൺ എന്നൊരു വ്യക്തിക്ക് കുട്ടികളില്ലായിരുന്നു. സന്താന ഭാഗ്യം വേണം എന്ന് ദേവിയോട് പ്രാർത്ഥിച്ച് അദ്ദേഹം 7 തവണ ഹിംഗ്ലാജ് ദേവിയുടെ സന്നിധിയിലേക്ക് നടന്നു. ഒരു രാത്രി ഹിംഗ്ലാജ് ദേവി അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുകയും തനിക്ക് ഒരു മകനെ വേണോ അതോ മകളെ വേണോ എന്ന് ചോദിച്ചു. ഏത് കുട്ടിയായാലും തന്റെ വീട്ടിൽ ജനിക്കണമെന്ന് ചരൺ മറുപടി നൽകി. ഹിംഗ്ലാജ് ദേവിയുടെ അനുഗ്രഹത്താൽ 7 പെൺമക്കളും ഒരു മകനും അദ്ദേഹത്തിന്റെ വീട്ടിൽ ജനിച്ചു. ഈ പെൺമക്കളിൽ ഒരാളാണ് തനോട്ട് മാത എന്നാണ് വിശ്വാസം. BSFുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ ഇവിടെ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. 1965 ലോങ്കേവാല യുദ്ധത്തിൽ പാകിസ്ഥാൻ സൈന്യം ഏകദേശം 3000 ബോംബുകളോളം ക്ഷേത്രത്തിലേക്ക് വർഷിച്ചു. പക്ഷേ അവയൊന്നും പൊട്ടിത്തെറിച്ചില്ല എന്നതാണ് വാസ്തവം. മറ്റിടങ്ങളിൽ ബോംബ് വീണതുപോലെ തന്നെ ക്ഷേത്രത്തിലും ബോംബുകൾ പതിച്ചു എങ്കിൽ പോലും അവർ പൊട്ടിത്തെറിച്ചില്ല എന്നതാണ് വാസ്തവം. യുദ്ധത്തിന് ശേഷം ക്ഷേത്ര നടത്തിപ്പ് ഇന്ത്യയുടെ അതിർത്തി സുരക്ഷാ സേനയ്ക്ക് അഥവാ BSFന് നൽകി എന്നതാണ് സത്യം. ജവാനോ കി ദേവി 1965 മുതൽ 1971 ഇന്ത്യ പാക് യുദ്ധ സമയത്ത് സംഭവിച്ച അത്ഭുതങ്ങൾ കാരണം ആർക്കും പെട്ടെന്ന് വിശ്വസിക്കാൻ സാധിക്കാത്തതായ ഈ അത്ഭുതങ്ങൾ കാരണം തനോട്ട് മാത ജാവനോ കി ദേവി എന്നും അറിയപ്പെടുന്നതാകുന്നു. നിരവധി ഭക്തർ കാൽനടയായി ക്ഷേത്രം സന്ദർശിക്കാൻ ഇപ്പോഴും എത്തുന്നു. കൂടാതെ BSF ദിനം പ്രതി സംഘടിപ്പിക്കുന്ന അന്നദാനത്തിൽ ആയിരക്കണക്കിന് ആളുകൾ ഭക്ഷണം കഴിക്കുന്നതുമാണ്. മനോഹരമായി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഈ ക്ഷേത്രം പ്രാദേശിക കരകൗശല വിദഗ്ധരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതുമാണ്. വർണ്ണാഭമായ ചിത്രങ്ങളും വിശദമായ കൊത്തുപണികളും ക്ഷേത്ര ചുവരുകളെ അലങ്കരിക്കുന്നതുമാണ്.
ഭക്തർ ഒത്തുകൂടി ദേവിക്ക് പ്രാർത്ഥനകൾ അർപ്പിക്കാൻ കഴിയുന്ന ഒരു വലിയ ക്ഷേത്രമുറ്റവും ഈ ക്ഷേത്രത്തിലുണ്ട് എന്നതും വാസ്തവമാണ്. ഇനി പരാമർശിക്കാനായി പോകുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ കുറിച്ചാണ്. അത് മ്യൂസിയത്തെ കുറിച്ചായിരുന്നു. തനോട്ട് ക്ഷേത്ര പരിസരത്ത് തന്നെ വലിയൊരു മ്യൂസിയം പ്രവർത്തിച്ച് പോരുന്നുണ്ട്. ഇവിടെയാണ് ആ പ്രധാനപ്പെട്ട കാഴ്ചകൾ അഥവാ ആരെയും അത്ഭുതപ്പെടുത്തുന്നതായ ആ കാഴ്ചകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുക. അന്ന് പാകിസ്ഥാൻ ഈ ക്ഷേത്രത്തിൽ നിന്ന് നേരെ അല്ലെങ്കിൽ ഈ ഭാഗത്തു നിന്ന് നേരെ വർഷിച്ചതായ പൊട്ടാത്ത ബോംബുകളുടെ ഒരു ശേഖരം തന്നെ മ്യൂസിയത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണുവാൻ സാധിക്കുന്നതാണ്. കണ്ണുകൾ കൊണ്ട് നേരിട്ട് നിങ്ങൾക്ക് ദർശിക്കുവാൻ സാധിക്കും. അത്ഭുതം തന്നെയായി ഏവർക്കും തോന്നാം. കാരണം ഈ ക്ഷേത്രത്തിൽ ഒരിക്കൽ ദർശനം നടത്തുകയാണ് എങ്കിൽ ഈ കാര്യങ്ങൾ എല്ലാം ദർശിച്ചാൽ നിങ്ങൾക്ക് അത്ഭുതം മാത്രമേ തോന്നൂ എന്നുള്ളതാണ്. ഗ്രാമവാസികളായ വ്യക്തികൾ ചില കാര്യങ്ങൾ, ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട്. അത് ഇപ്രകാരമാകുന്നു. പാക് സേനയുടെ ആക്രമണത്തിൽ നിന്നും ഗ്രാമത്തെ അന്ന് സംരക്ഷിത കവചം പോലെ രക്ഷിച്ചു നിർത്തുവാൻ ഈ ക്ഷേത്രത്തിനും സാധിച്ചിട്ടുണ്ട് എന്നാണ് അവർ പരാമർശിക്കുന്നത്. 1971 യുദ്ധകാലത്തായിരുന്നു അത്. ഇന്ത്യൻ മണ്ണിൽ കടന്നാക്രമണം നടത്തിയ പാകിസ്ഥാൻ ടാങ്കുകൾ പൂളിയിൽ പുതഞ്ഞുപോയി എന്നും മണിക്കൂറുകളോളം നീങ്ങാനാവാതെ കിടന്നു എന്നും ഗ്രാമവാസികൾ പരാമർശിക്കുന്നു. ഇന്ത്യൻ സൈന്യത്തിന് അവരെ തുരത്തി ഓടിക്കാനായി എന്നും ഗ്രാമവാസികൾ പറയുന്നു. അന്ന് ഗ്രാമവാസികൾ പ്രധാനമായും അഭയം പ്രാപിച്ചത് ക്ഷേത്രത്തിൽ തന്നെയാകുന്നു. ആർക്കും ഒരു അപകടം പോലും സംഭവിക്കാതെ അന്ന് പുറത്തിറങ്ങുവാൻ അവർക്ക് സാധിച്ചു. അന്ന് പാറ പോലെ ഉറച്ചു നിന്ന ഈ ക്ഷേത്രവും ഇന്ത്യൻ സൈന്യത്തെയും അവർ ഇന്നും ഓർക്കുന്നതാണ്. തനോട്ട് മാതയുടെ ദർശനം നടത്താതെ ഒരു പട്ടാളക്കാരനും അതിർത്തിയിലേക്ക് പോകാറില്ല എന്ന് പലരും പരാമർശിക്കുന്നു. അമ്മയുടെ അനുഗ്രഹം തങ്ങൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് എന്ന് പട്ടാളക്കാരനായ RK ശർമ്മ പറഞ്ഞതായും ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാകുന്നു. എങ്ങനെ ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കും എന്ന് ഇനി മനസ്സിലാക്കാം. ജയ്സാൽമിയർ എന്ന നഗരത്തിൽ നിന്നും ഏകദേശം 122 കിലോമീറ്റർ, അതായത് 76 മൈൽ അകലെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. റോഡ് മാർഗം അവിടെ എത്താൻ ഏകദേശം 2 മണിക്കൂർ എടുക്കുന്നതാണ്. തനോട്ടിലേക്കുള്ള വഴി വിശാലമായ മണൽ കൂനകളും പർവ്വതങ്ങൾ കൊണ്ടും ചുറ്റപ്പെട്ടിരിക്കുന്നതാകുന്നു. താപനില 49 ഡിഗ്രി സെൽഷ്യസ് വരെ എത്താറുമുണ്ട്. നവംബർ മുതൽ ജനുവരി വരെയാണ് സന്ദർശിക്കാൻ ഏറ്റവും ഉത്തമമായ അഥവാ അനുയോജ്യമായ സമയം. ഈ ക്ഷേത്രത്തിൽ ഒരിക്കലെങ്കിലും ഏവരും എത്തിച്ചേരേണ്ടതാണ്. അത്രമേൽ അത്ഭുതകരമായ കാര്യങ്ങളാണ് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടുള്ളത്. രാജ്യത്തിന് ഒരിക്കലും ആ കാര്യങ്ങൾ മറക്കുവാൻ സാധിക്കുന്നതുമല്ല. ഏവർക്കും ഒരിക്കലെങ്കിലും ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.